എന്നാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്ന എവിടെയെന്നറിയാമോ? ഞങ്ങൾ നിൽക്കുന്ന ബാങ്കോക്കിലാണ്, തായ്ലൻഡിൽ. ഞങ്ങളിവിടെ എയർപോർട്ടിൽ വന്നപ്പോൾ തന്നെ ഞങ്ങളെ കൂട്ടാൻ വേണ്ടിയിട്ട് ഫ്ലൈ വേൾഡുകാർ ഒരു ടൂർ ഗൈഡിനെയും പിന്നെ ഞങ്ങൾ 16 പേരുണ്ടായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വണ്ടി 34 സീറ്റിൻ്റെ വണ്ടിയല്ലേ, 34 സീറ്റിൻ്റെ ഒരു വലിയ വണ്ടിയും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളൊന്നും അറിയേണ്ടതായിട്ട് വന്നില്ല. ഇല്ലെങ്കിൽ നമ്മളൊരു പുതിയ സ്ഥലത്ത് വരുമ്പോൾ നമ്മൾ ഓരോന്ന് എവിടെ കണ്ടുപിടിക്കണം, എവിടെ പോകണം എന്നുള്ള കാര്യത്തിൽ ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ? ഇവരിതെല്ലാം ഓർഗനൈസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇതിനെപ്പറ്റി ഒന്നും അറിയേണ്ടതായിട്ട് വന്നില്ല. അപ്പം എനിക്ക് തോന്നുന്നു സോജിനാണ് ഫ്ലൈ വേൾഡ് പോയിട്ട് കൂടുതൽ ഇതിനെപ്പറ്റിയിട്ട് എങ്ങനെയാണ് ഇതിനെപ്പറ്റി എല്ലാം അന്വേഷിച്ചത്. അപ്പോൾ ഫ്ലൈ വേൾഡിനെ പറ്റി കൂടുതൽ പറയാൻ എനിക്കൊന്ന് സോജിനായിരിക്കും ഇച്ചിരി അറിയാവുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഞങ്ങൾ ഈ 4 ഫാമിലി കൂടിയിട്ട് തായ്ലൻഡിലെ ഒരു ട്രിപ്പിനെ പറ്റി ആദ്യമായിട്ട് അന്വേഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പല സ്ഥലങ്ങളിൽ അന്വേഷിച്ച് നോക്കി, എല്ലാ രീതിയിലുള്ള ബോട്ടുകൾ എടുത്തു. പക്ഷെ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആൻഡ് സേഫായിട്ടുള്ള ഒരു ബോട്ട് കിട്ടിയത് ഫ്ലൈ വേൾഡാണ്. ഫ്ലൈ വേൾഡിലെ ജോസിനെയാണ് നമ്മൾ ആദ്യം കോൺടാക്ട് ചെയ്തു. അപ്പോൾ ജോസ് പറഞ്ഞു നിങ്ങളുടെ കാര്യങ്ങളെല്ലാം മനോഹരമായിട്ട് അറേഞ്ച് ചെയ്യാൻ വേണ്ടി അവർ ഫ്ലൈ വേൾഡിന്റെ ട്രിവാൻഡ്രത്തുള്ള ഓഫീസുമായിട്ട് അവിടുത്തെ ഒരു മിസ്റ്റർ പ്രമോദിനെയാണ് ഞങ്ങൾ കോൺടാക്ട് ചെയ്തത്. പുള്ളി ഡേ 1 മുതലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. നിങ്ങൾ ഡേ 1 തൊട്ട് ഡേ 7 വരെ നമ്മൾ എന്തെല്ലാം പ്രോഗ്രാമാണ് ആ കാര്യങ്ങൾ വെൽ പ്ലാൻഡ് ആയിട്ട് ചാർട്ട് ചെയ്തു. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു ടൂർ ഗൈഡിനെയും അറേഞ്ച് ചെയ്തു തന്നു. വളരെ മനോഹരമായിട്ടാണ് ഇതുവരെ എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. സേറ ഡിഡ് എ വെരി ഗുഡ് ജോബ്. സേറ ഡിഡ് എ ഗുഡ് ജോബ്. ലിയോ, ഞങ്ങളിപ്പം ബാങ്കോക്കിലെ 3rd ഡേ ആണ്, 3rd നൈറ്റ് കഴിഞ്ഞു. ഞങ്ങൾ ബാങ്കോക്കിലെ ഹോട്ടലിൽ ചെക്കൗട്ട് ചെയ്തതിന് ശേഷം ഞങ്ങൾ പട്ടായയിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇതുവരെ വളരെ മനോഹരമായിട്ടുള്ള ഒരു അനുഭവമാണ് ഞങ്ങൾക്ക് ഉണ്ടായത്. അപ്പം താങ്ക് യു വെരി മച്ച് ഫ്ലൈ വേൾഡ്. എല്ലാ കാര്യങ്ങൾക്കും പ്രത്യേകമായിട്ട് നന്ദിയുണ്ട്. രാജീവിലായിട്ട് പറഞ്ഞു റിയലി വണ്ടർഫുൾ ട്രിപ്പായിരുന്നു. നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനെക്കഴിഞ്ഞും അതായത് ഇപ്പം നമ്മൾ വേറെ ഒരു നാട്ടിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടുത്തെ പല കാര്യങ്ങളും അറിയത്തില്ല. നമുക്ക് ഈ എക്സ്പെഷ്യൽ നമുക്ക് ഈ ഗൈഡിനെ കിട്ടിയത് ഞങ്ങൾ ഇന്നലെ പരിപാടികളൊന്നും പോയിട്ട് നമ്മളാണ് അവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വട്ടം തിരിയുള്ളൂ. ഇതിപ്പോൾ ഓരോ ഇത് കഴിയുമ്പോൾ കറക്റ്റായിട്ട് അവർ ഈ കറക്റ്റ് എല്ലാ ഇവന്റിലും കൊണ്ടുപോയി നമുക്ക് വണ്ടിയുടെ കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടില്ല. ഇവിടെയൊക്കെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും പാർക്കിംഗ് സൗകര്യം കിട്ടിയില്ല. അവരതിനെ ഓർഗനൈസ് ഇവിടെ കൊണ്ടേ ഇറങ്ങി പിന്നെ ഒന്ന് റൗണ്ട് അടിച്ച് വന്ന് അങ്ങനെ കറക്റ്റായിട്ട് ചെയ്യുന്നു. ഇവിടെ അടുത്ത ഫാമിലിയാണ് സോണി അൽജീഷ. അത് വളരെ നല്ലൊരു ട്രിപ്പായിരുന്നു. കാരണം ഏറ്റവും ഞങ്ങൾക്കൊരു ഗുണം കിട്ടിയതെന്ന് പറയുന്നത് വളരെ റിലാക്സിങ് ആയിരുന്നു. കാരണം നമ്മളൊന്നും അറിയില്ല, അവരെല്ലാം അറേഞ്ച് ചെയ്തു. അതുപോലെ തന്നെ അക്കോമഡേഷൻ, ബ്രേക്ക്ഫാസ്റ്റ്, അതുപോലെ എല്ലാ പ്രോഗ്രാംസ് ഇതെല്ലാം ഓരോ ഫുൾ നമുക്ക് ടിക്കറ്റ് എല്ലാം എടുത്ത് നമ്മൾ ചുമ്മാ ജസ്റ്റ് അത് കയറിയാൽ മതി. അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു പരിപാടിയായിരുന്നു. താങ്ക് യു ഫോർ ഫ്ലൈ വേൾഡ്. സോ അതിൻ്റെ മേഖലയിൽ സഹായിച്ചിരിക്കുന്ന ഫ്ലൈ വേൾഡ് അവർക്കാണ് ഏറ്റവും കൂടുതൽ നന്ദി അറിയിക്കുന്നതെന്ന് തോന്നുന്നു. അവരുടെ മികവ് ഇവിടെ ഓരോ നിമിഷത്തിലും ഞങ്ങൾ ഫ്ലൈറ്റ് ഇറങ്ങിയ നിമിഷം മുതൽ ഇപ്പം ഞങ്ങൾ ബാങ്കോക്ക് വിടുന്നിടം വരെ അവരുടെ ഒരു ടച്ച് ഉണ്ടായിരുന്നു. ഇനിയിപ്പം പട്ടായയിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്, അവിടെയും ഇതേപോലെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം കാരണം ഒരു ടൂറിന്റെ പ്രധാന ഘടകമാണ് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ഹോട്ടലിൽ വന്ന് വളരെ ടൈമിങ്ങിൽ റെസ്റ്റ് എടുക്കാൻ പറ്റി, റിലാക്സ്ഡ് ആയിട്ട് രാവിലെ എഴുന്നേക്കാൻ പറ്റി. അതൊക്കെ വലിയൊരു ഘടകമാണ് ഈ ടൂറിന്റെ. Hi, here we with the beautiful Sarah and Leo. Hi. Hi. They are actually helping us for this wonderful trip. Can you please tell me how long you working and you work with the Fly World? Normally, I work for almost 18 years approximately. Oh yes. Thank you. Thank you, Leo. Okay, bye. ാലൊരു പൊൻവല നെയ്യും തേൻ വണ്ടു ഞാൻ അലരേ തേൻ വണ്ടു ഞാൻ ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു അതിലായിരമാശകൾ